അവർ സത്യത്തിൽ ആ ഷോക്കിൽ നിന്ന് ഇപ്പോഴും അവർ മുക്തയായിട്ടില്ല. ഡോക്ടർ സുധീന്ദ്രൻ ഉണ്ടായിരുന്നു സർജറി ചെയ്ത ഡോക്ടർ സുധീർ. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് 5 വർഷക്കാലം അവരുടെ വയറ്റിൽ ഇത് കൊണ്ടു നടന്നത്, അതിൻ്റെ ഷോക്ക്, അതുണ്ടാക്കിയിട്ടുള്ളതായിട്ടുള്ള പ്രയാസങ്ങളൊക്കെ തന്നെ മാറിയെന്ന് ഇപ്പോൾ അവർക്ക് ബോധ്യമുണ്ട്. പക്ഷേ എങ്കിലും അതിൻ്റെ ഒരു മെൻ്റൽ അഗണിയിൽ നിന്ന് ഒരു മുക്തമായിട്ടുള്ളതെന്നാണ് എനിക്ക് അവർ അവരോട് സംസാരിച്ചപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അവരാകെ ഒരു മാനസികമായി വിഷമിച്ച അവസ്ഥയിലാണ് ഉണ്ടായത്. കാരണം സ്വാഭാവികമാണ്, ആർക്കായാലും അങ്ങനെ, നമ്മുടെ വയറ്റിലായാലും ഇങ്ങനെ 5 വർഷക്കാലം ഇങ്ങനെ ഒരു ഉപകരണം കിടക്കുക എന്ന് പറഞ്ഞാൽ, ഞാൻ മനസ്സിലാക്കിയത് ആ ഉപകരണത്തിൻ്റെ പുറത്ത് പിന്നെ അതിൻ്റെ അകത്ത് കാൽഷ്യം ഡിപ്പോസിറ്റൊക്കെ ഉണ്ടായി ഒരുപാട് കോംപ്ലിക്കേഷൻ ഉണ്ടാക്കിയിട്ടുണ്ട്. അത് കുറച്ച് എന്തായാലും സന്ദർഭത്തിന് അനുസരിച്ച് സമയത്തിന് ഇവിടെ ആശുപത്രിയിൽ എത്താൻ കഴിഞ്ഞു. അമൃത ആശുപത്രി നന്നായിട്ട് ട്രീറ്റ് ചെയ്തു, അത് എടുത്തു മാറ്റി. അതിൻ്റെ ആശ്വാസത്തിലാണ്. കുറച്ച് ദിവസം കഴിഞ്ഞാൽ അവർക്ക് ഡിസ്ചാർജ് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് ആ ആശ്വാസത്തിലാണ്. പക്ഷേ തനിക്കുണ്ടായിട്ടുള്ള ഈ വലിയ സങ്കടത്തിൽ വലിയ ഒരു പ്രയാസത്തിൽ തന്നെയാണ് അവരിപ്പോഴും ഉള്ളത്. അതായത് എനിക്ക് മനസ്സിലാകുന്നില്ല അന്വേഷണ റിപ്പോർട്ടിൻ്റെ ഒരു സ്ഥിതി. ഇത് ഈ അന്വേഷണ റിപ്പോർട്ടിൽ മാത്രമല്ല, കഴിഞ്ഞ 42 അന്വേഷണ കമ്മിറ്റികൾ പുറപ്പെടുവിച്ചിരുന്നു. ആലപ്പുഴ തന്നെ എനിക്കറിയാം ഒരു 7-9 കമ്മിറ്റികൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. നമ്മൾ ഓരോ ദിവസവും ഇത് ആവശ്യപ്പെടുമ്പോൾ കമ്മിറ്റി പ്രഖ്യാപിക്കും. പക്ഷേ കമ്മിറ്റി എന്ന് പറയുന്നത് സംഭവത്തെ വെള്ളപൂശാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു കാര്യമായിട്ട് മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. ഈ സംഭവത്തിലും അത് തന്നെ. അപ്പോൾ ആരും കുറ്റക്കാരല്ല, ആരും ഉത്തരവാദികളല്ല എന്ന് പറഞ്ഞാൽ പിന്നെ ഉഷ തന്നെയാണ് ഉത്തരവാദി. അതിനകത്ത് അവർ തന്നെ വയറ്റിലേക്ക് സാധനം കൊണ്ടിട്ടതാണോ? വേറെ കുറ്റക്കാരും ഇല്ല, വേറെ ഉത്തരവാദികൾ ആരും ഇല്ലെങ്കിൽ പിന്നെ ആകെ ഒരാളെ കുറ്റപ്പെടുത്താൻ പറ്റുന്നത് ഈ രോഗിയല്ല മാത്രമേ ഉള്ളൂ. എന്ത് വിചിത്രമായിട്ടുള്ള വാദങ്ങളാണ് കേൾക്കുന്നത്, എന്ത് വിചിത്രമായ അന്വേഷണ റിപ്പോർട്ടുകളാണ് കേൾക്കുന്നത്. സർക്കാരിൻ്റെ കെടുകാര്യസ്ഥതയും അനാസ്ഥയും ഉണ്ടായാൽ അത് പരിഹരിക്കുന്നതിന് പകരം അത് ശരിയാണെന്ന് സമ്മതിച്ച് അതിന് വേണ്ടുന്ന പരിഹാര മാർഗങ്ങൾ ചെയ്യുന്നതിന് പകരം ഇതെല്ലാം വെള്ളപൂശി എടുത്തുകൊണ്ട് എല്ലാം ഭദ്രമാണെന്ന് വരുത്തി നമ്പർ 1 വരുത്തി തീർക്കാൻ ശ്രമിച്ചാൽ അത് ശ്രമിക്കുന്നവർ കൂടുതൽ അവകാശമാവുകയല്ലേ ഉള്ളൂ. ഇതിപ്പോൾ പൊതുസമൂഹത്തിൻ്റെ മുമ്പിലുള്ള ചിത്രമല്ലേ? ആ ഉപകരണം എടുത്ത് പുറത്ത് കളഞ്ഞിട്ടുണ്ട്, എല്ലാവരും കണ്ടതാണത്. ഇതൊക്കെ പൊതുസമൂഹത്തിന് മുന്നിലുള്ളതല്ലേ? ഒരു രോഗിയെ സർജറി ചെയ്യുന്നത് അവരെ ബോധം കെടുത്തിട്ടല്ലേ? അപ്പോൾ അവരറിഞ്ഞിട്ടില്ലല്ലോ അതെന്തായാലും ഉണ്ടാവുന്നത്. നമ്മുടെ പൊതുജനാരോഗ്യ രംഗത്തുണ്ടായിക്കൊണ്ടിരിക്കുന്ന ഇത്തരം വളരെ ഗൗരവതരമായ കാര്യങ്ങൾ, നമ്മളാരും സർക്കാർ ആശുപത്രികളെ മോശമാക്കണമെന്ന് ആഗ്രഹിക്കുന്നവരല്ല. പക്ഷേ അവിടെ നടക്കുന്ന കാര്യങ്ങളെ നിയന്ത്രിക്കാൻ ഒരു സിസ്റ്റമില്ല. ഉള്ള സിസ്റ്റം കംപ്ലീറ്റ്ലി ഫെയിലിയറാണ്. അത് സിസ്റ്റം ഫെയിലിയറാണെന്ന് വന്നു കഴിഞ്ഞാൽ ആ ഫെയിലിയറായ സിസ്റ്റത്തെ കറക്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്നതിന് പകരം ഈ സിസ്റ്റം ഫെയിലിയറാണെന്ന് ആരെങ്കിലും പറയുന്നവരെ കണ്ടെത്തിയിട്ട്, അത് മാധ്യമപ്രവർത്തകരായാലും അത് ഡോക്ടർമാരായാലും അത് പൊതുപ്രവർത്തകരായാലും അവരെ വിചാരണ ചെയ്യുന്നതുകൊണ്ട് എന്ത് കാര്യം ഉണ്ടാകുമ്പോൾ അതല്ലേ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഇത് കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്, കേരളത്തിൻ്റെ ആരോഗ്യ മേഖല അനാസ്ഥയുടെ പിടിയിലാണ് എന്നതിന് സംശയമില്ല. പിടിപ്പുകൾ അതിൻ്റെ പര്യായമായി മാറിയിരിക്കുകയാണിത്. അതിൻ്റെ സംഭവങ്ങൾ ഒരു സ്ഥലത്തല്ല, ഒരു സ്ഥലത്ത് നമുക്ക് മനസ്സിലാകുമ്പോൾ ഇതെല്ലാം വരുമ്പോൾ ഒറ്റപ്പെട്ടതാണെന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറുകയല്ല വേണ്ടത്. 100 സംഭവങ്ങൾ ഒന്നിച്ചു വന്നാൽ അതല്ല ഓരോന്നോരോന്ന് ഒറ്റപ്പെട്ടതാണെന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? അപ്പോൾ കാര്യമായിട്ടുള്ള അസുഖം ബാധിച്ചിരിക്കുന്നത് ആരോഗ്യ വകുപ്പിന് തന്നെയാണ്, അതിൻ്റെ ഉത്തരവാദപ്പെട്ട മേലധികാരികൾക്ക് തന്നെയാണ്. അത് ചികിത്സിച്ച് മാറ്റാതെ ഈ കാര്യങ്ങൾക്ക് പരിഹാരമുണ്ടാക്കാൻ കഴിയില്ല. ഇത് ചൂണ്ടിക്കാണിക്കുന്നവരെ കുറ്റപ്പെടുത്തി അല്ലെങ്കിൽ അവരെ വിചാരണ ചെയ്ത് അവരെ ഭീഷണിപ്പെടുത്തി ഇതൊന്നും ഇല്ല എന്ന് വരുത്തി തീർക്കാൻ ശ്രമിച്ചാൽ അത് ഗുണമല്ലാവുന്നത് എന്ന് മാത്രമേ എനിക്ക് അവരോട് പറയാനായിട്ടുള്ളൂ. ഉഷ ജോസിന്റെ ചികിത്സാ ചെലവ് ആരാണ് വഹിക്കുന്നത്? സർക്കാർ ചികിത്സാ ചെലവ് വഹിക്കുമെന്ന് കുടുംബത്തിന് ഉറപ്പ് നൽകിയിട്ട് പറയുന്നുണ്ട്. ഞാൻ ആദ്യം തന്നെ പറഞ്ഞിരുന്നു സംഭവം ഉണ്ടായപ്പോൾ. അന്ന് തന്നെ നിങ്ങളുടെ മാധ്യമങ്ങളെല്ലാവരും വിളിച്ചിരുന്നു തന്നെ. അപ്പോൾ തന്നെ പറയുന്നു സർക്കാർ 24 മണിക്കൂറിൽ നടപടി എടുക്കണം. ഈ കേസിൽ നമുക്കറിയാം, ഒരു
അപ്പം നമ്മൾ ആ രോഗിക്കുണ്ടാകുന്ന ഷോക്ക് ഇത് സംഭവിച്ചത് അറിഞ്ഞപ്പോൾ ഇത് മുമ്പ് തന്നെ ആശുപത്രിയുടെ ഭാഗത്തുണ്ടായ ഒരവസ്ഥയാണ്. ഒരുപാട് പ്രാവശ്യം അവർ ഈ വയറിലുണ്ടാകുന്ന വേദനയുമായി ബന്ധപ്പെട്ട് ആശുപത്രികളിലെ കണ്ടിരുന്നു. അവരൊന്നും ഇത് കണ്ടുപിടിക്കാതെ കിഡ്നി സ്റ്റോണാണെന്ന് പറഞ്ഞുകൊണ്ട് തള്ളിക്കളിയായിരുന്നു. അതുമൂലം ഒരു മുറിവ് പോലും ഉണ്ടായിട്ടുണ്ട്. ഇത് ഒരു ശരീരത്തിൻ്റെ പ്രത്യേക ഭാഗത്ത് ടച്ച് ചെയ്ത് മുറിവുണ്ടായിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഘട്ടത്തിൽ അടിയന്തരമായിട്ടും അന്ന് രാവിലെ അവർ ആശുപത്രി പോയപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ കാണുന്നതാണ്, അപ്പോൾ തന്നെ ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്ത് അത് റിമൂവ് ചെയ്യല്ലേ പതിവ്. അവരോട് തിങ്കളാഴ്ച വരാൻ പറയുക ചെയ്തത്. അവിടെ തന്നെ തെറ്റി. അപ്പോൾ വീണ്ടും നമ്മൾ അഭ്യർത്ഥിച്ച് 24 മണിക്കൂറിനകം ചികിത്സ കൊടുക്കണം. ഗവൺമെൻറ് ഭാഗത്ത് യാതൊരു ചലനവും കാണാത്തപ്പോഴാണ് ഞാനൊരു ആംബുലൻസ് അയച്ചിട്ട് അമൃത ആശുപത്രിയുമായിട്ട് സംസാരിച്ച് അവരെ ഇങ്ങോട്ടേക്ക് അയച്ചത്. എനിക്ക് അമൃത ആശുപത്രിയോട് വളരെയധികം നന്ദിയുണ്ട്. അവരെല്ലാ കാര്യങ്ങളും ഈ കാര്യത്തിൻ്റെ ഗൗരവം മനസ്സിലാക്കി, സെൻസിറ്റിവിറ്റി മനസ്സിലാക്കി അവരാവശ്യമായിട്ടുള്ള ചികിത്സകൾ ചെയ്തു കൊടുത്തു. അതിൻ്റെ ചിലവ് വഹിക്കാമെന്ന് ഞാൻ സമ്മതിച്ചിട്ടുണ്ട്. സർക്കാർ വഹിക്കാൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്തായാലും ഈ കാര്യത്തിൽ എൻ്റെ സന്നദ്ധത ഞാൻ പൂർണ്ണമായിട്ടും അറിയിച്ചിട്ടുണ്ട്, ആശുപത്രിയെ അറിയിച്ചു. മറ്റൊരു വിഷയം രാജ്യത്ത് തന്നെ ഏറ്റവും കൂടുതൽ വെന്റിലേറ്ററുള്ള ഒരു സംസ്ഥാനമാണ് കേരളം. അതിനൊപ്പം ഈ ആരോഗ്യമന്ത്രി ഒരു വനിതയായതുകൊണ്ടുള്ള വേട്ടയാടൽ എന്നാണ് സർക്കാരിൻ്റെ ഒരു മറുപടി. ഇതിനെല്ലാം അങ്ങനെ പറയാൻ തുടങ്ങിയപ്പോൾ ഞാൻ എന്ത് പറയാൻ? ഉഷ ഒരു സ്ത്രീയല്ലേ? അവർക്ക് സ്ത്രീയുടെ അവകാശങ്ങളൊന്നുമില്ലേ? ഉഷ മാത്രമല്ല, അർഷീന ആരാണ്? ഈ ഇത്തരം സംഭവങ്ങളുമായി ബന്ധപ്പെട്ട് ഇത്തരം കാര്യങ്ങൾ ഉന്നയിക്കപ്പെട്ടവരെല്ലാം സഹോദരിമാരല്ലേ? നമുക്കൊരു കുറ്റം വന്നു കഴിഞ്ഞാൽ ആ കുറ്റത്തെ ഏതെങ്കിലും കാണിച്ച്, ജാതി കാണിച്ച്, ജെൻഡർ കാണിച്ച്, മറ്റെന്തെങ്കിലും കാർഡ് കാണിച്ച് ന്യായീകരിക്കാൻ ശ്രമിക്കുകയല്ല വേണ്ടത്. ഞാൻ ആദ്യം പറഞ്ഞതാണ്, അബദ്ധം പറ്റിപ്പോയാൽ അല്ലെങ്കിൽ തെറ്റ് പറ്റിപ്പോയാൽ അത് തെറ്റാണെന്ന് പറഞ്ഞ് തിരുത്താൻ ശ്രമിക്കുമ്പോഴാണ് സിസ്റ്റം നന്നാവുക. തെറ്റല്ല എന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും വീണ്ടും തെറ്റുകളിലേക്ക് വഴുതി വീഴാനാണ് അവർ ആഗ്രഹിക്കുന്നതെങ്കിൽ അവരോട് എന്ത് പറയാൻ? അവരെ നന്നാക്കാൻ ആര് വിചാരിച്ചാലും പറ്റില്ല. എന്തായാലും അവസാനം ജനങ്ങൾ നന്നാക്കാൻ തീരുമാനിക്കും. അത്രേ എനിക്ക് പറയാനുള്ളൂ. മറ്റൊരു കാര്യമുള്ളത്, പി.സി. ജോർജ് ഗാന്ധിജിയെ അധിക്ഷേപിച്ചു. തീർച്ചയായിട്ടും അതിനകത്ത് എവിടെ സംഭവം ഉണ്ടായാലും ആ സംഭവം ഉണ്ടാകുന്നതിന് ഗവൺമെൻറ് നടപടി സ്വീകരിക്കണം. ഇതുകൊണ്ട് സർക്കാർ ആശുപത്രികളിൽ മാത്രമാണ് എല്ലാം സംഭവിക്കുന്നത്, സ്വകാര്യ ആശുപത്രികളെല്ലാം ഭദ്രമാണെന്ന് അഭിപ്രായമൊന്നും ഞങ്ങൾക്കാർക്കില്ല. അക്കാര്യത്തിൽ അവിടെ ഉണ്ടായാൽ ആ പാകപ്പിഴ ഉണ്ടായാൽ ആ പാകപ്പിഴകൾ സർക്കാർ അന്വേഷിക്കണം. എന്തിനാ അന്വേഷിക്കാതിരിക്കുന്നത്? ഗവൺമെൻറ്റിന് ഇക്കാര്യത്തിൽ കൃത്യമായൊരു കാഴ്ചപ്പാടാണ്. രോഗികൾ എന്ന് പറയുന്നത് അവർക്ക് പൂർണ്ണമായും സംരക്ഷണം കിട്ടാനുള്ള സാഹചര്യം ഉണ്ടാവണം. ഏത് നേതാവിൻ്റെ ഉടമസ്ഥയിൽ ആശുപത്രി ആയാലും ആ പറഞ്ഞത് അതിന് അർത്ഥമില്ലേ? ഏത് ആശുപത്രികളിൽ പ്രശ്നമുണ്ടായാലും വസ്തുനിഷ്ഠമായിട്ട് അന്വേഷണം നടത്തട്ടെ. ഞങ്ങളല്ലല്ലോ ഭരിക്കുന്നത്, ഞങ്ങളാണോ ഭരിക്കുന്നത്? അല്ല, ഭരണാരം നടത്തുന്നത്. അല്ല, അതെനിക്ക് അത് മനസ്സിലാക്കേണ്ടത് അത് സർക്കാരുണ്ടല്ലോ. ഞാൻ അവരെ പഠിപ്പിച്ചു കൊടുക്കണം ആർക്കെതിരാണ് നടപടി എടുക്കേണ്ടത്. അതിനാണോ എന്നെ അങ്ങോട്ട് ചോദിക്കുന്നത്? ഞാൻ സർക്കാരിന് പഠിപ്പിച്ചു കൊടുക്കേണ്ട ഒരു മാഷായിട്ടാണോ എന്നെ കാണുന്നത്? ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.